വൈദ്യുതി മന്ത്രിയായിരിക്കെ വിജിലൻസ് അന്വേഷണം നേരിടുന്നയാളെ അനർട്ട് ഡയറക്ടറായി നിയമിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിലാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ വിജിലൻസ് ദ്രുതപരിശോധന ആരംഭിച്ചത്. മന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട എം വിൻസെന്റ് എം.എൽ.എ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കവെയാണ് അന്വേഷണം ആരംഭിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. 2008-ൽ അനർട്ടിന്റെ ടെസം പദ്ധതിയിലെ അംഗമായിരുന്ന ഡോക്ടർ ഹരികുമാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഹരികുമാറിനെ തന്നെ അനർട്ട് ഡയറക്ടറായി നിയമിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്നാണ് ഹർജിയിലെ ആരോപണം. നിയമനം നൽകി ദിവസങ്ങൾക്ക് ശേഷമാണ് ഹരികുമാറിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചതെന്നും ഹർജിയിലുണ്ട്. ദ്രുതപരിശോധനാ റിപ്പോർട്ട് 30 ദിവസത്തിനകം സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. അതിനിടെ ടൈറ്റാനിയം കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കോടതി വിജിലൻസിനെ വിമർശിച്ചു. വെളിപ്പെടുത്തൽ നടത്തിയ കെ രാമേന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തതിനെയാണ് വിമർശിച്ചത്. സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വിജിലൻസിനാണെന്നും അത് കഴിയാത്തത് നാണക്കേടാണെന്നും പ്രത്യേക കോടതി ജഡ്ജി എ ബദറുദ്ദീൻ പറഞ്ഞു. കേസ് ഡയറി ഫെബ്രുവരി 17-ന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ടൈറ്റാനിയത്തിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ എസ് ചന്ദ്രശേഖരൻ നായർ. അന്വേഷണത്തിന് പ്രത്യേക സംഘം വേണമെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്ക് 1 മാസം മുൻപ് കത്തയച്ചെങ്കിലും നടപടിയായിട്ടില്ല. ടൈറ്റാനിയം കമ്പനിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലെ അഴിമതിയാണ് കേസിനാധാരം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.